പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. ഇന്ത്യ സഖ്യത്തിൽ ചേരാതെ തരിച്ചു മത്സരിക്കുന്ന സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ ആഴ്ച തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. വർഷങ്ങളോളം രാജ്യം തുടർച്ചയായി ഭരിച്ച പാരമ്പര്യത്തെ, സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പാർട്ടിയെ, രാജ്യത്തിന്റെ മുഖ്യ പ്രതിപക്ഷത്തെ തൂത്തെറിഞ്ഞാണ് ആം ആദ്മി പഞ്ചാബിൽ ചുവടുറപ്പിച്ചത്. 13 ലോക്സഭാ സീറ്റുള്ള പഞ്ചാബിൽ കോൺഗ്രസ് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ എതിരാളി. പരസ്പരം പോരാടുന്ന പഞ്ചാബിൽ പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പ് ശക്തമായിരുന്നതിനാലാണ് ഇരു പാർട്ടികളും സഖ്യം ഒഴിവാക്കിയത്. 2019 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 8 സീറ്റിലും NDA സഖ്യം 4 സീറ്റിലും ആം ആദ്മി പാർട്ടി 1 സീറ്റിലുമാണ് ജയിച്ചത്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൂടി പിടിച്ചെടുത്തതും അനുകൂലമായാണ് നേതൃത്വം കാണുന്നത്. സംസ്ഥാനത്തെ ഭരണകക്ഷി കൂടിയായതിനാൽ കൂടുതൽ സീറ്റ് നേടാമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി. ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ദില്ലിയിലെയും ഹരിയാനയിലെയും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ദില്ലിയിലെ 7-ൽ 4 സീറ്റിലും ഹരിയാനയിലെ 10-ൽ 1 സീറ്റിലുമാണ് പാർട്ടി മത്സരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലും മുഴുവൻ സീറ്റിലും നിലവിൽ BJPക്കാണ് ജയം. സ്ഥാനാർത്ഥികളെ മുൻപേ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങി നേട്ടമുണ്ടാക്കാനാണ് ആം ആദ്മി ശ്രമം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.